അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിച്ചതായ കുട്ടികളാണ് നമ്മൾ വിഖായന്റെ വളണ്ടിയർമാരൊക്കെ. അവരെ അതിന്റെ സ്പെഷ്യൽ ഗ്രൂപ്പും അല്ലാത്തതൊക്കെ അവര് വളരെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാല് അവരെ ഈ നമ്മളൊക്കെ വരുമ്പോൾ ഉസ്താദന്മാരെയൊക്കെ കാണാനുള്ള ആവേശത്തിലായിരിക്കും. പക്ഷെ ഉന്തും തള്ളും കുത്തൊക്കെ കിട്ടുന്നത് അവർക്കാണ്. എന്നിട്ടും അവര് പിന്മാറാതെ ഈ സംഘടനക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് അവര്. അപ്പൊ ആരോ ചിലരൊക്കെ ഇതൊന്നും ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ പരിപാടിയാണെന്നൊക്കെ ആരോ ചിലർ എഴുതിയല്ലോ. അപ്പൊ അതൊക്കെ വളരെ തെറ്റായ പ്രചരണങ്ങളാണ്. അങ്ങനത്തെ ഒന്നും ഇതില്ല. ഇത് വളരെ അള്ളാഹുവിന്റെ വജീന് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ. ഇവരെന്തെങ്കിലും നിലക്ക് കുറ്റം പറഞ്ഞാണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടൂല. അത് മനസ്സിലാക്കണം. ഞാൻ പറയണത് ഇവര് നമ്മളെക്കാളൊക്കെ ഇഖ്ലാസുള്ള കുട്ടികളാണ്. അത്രമാത്രം എന്ത് ത്യാഗങ്ങളാണ് ഇവർ സഹിക്കുന്നത്. വെയിൽ കൊണ്ട്, മഴ കൊണ്ട്, ഭക്ഷണമൊക്കെ കിട്ടുന്നതായി കിട്ടി, ദാഹിക്കുകയാണെങ്കിൽ ദാഹിച്ചുകൊണ്ടൊക്കെ അവരോട് ഏൽപ്പിക്കപ്പെട്ടതായ കർമ്മങ്ങളും പ്രവർത്തികൾ അവർ പൂർണ്ണമായി നിർവഹിക്കുന്നതിൽ അവരൊക്കെ സജ്ജരാണ്. അപ്പൊ ഇവരൊക്കെ എത്ര നല്ല മക്കളാണ്. അപ്പൊ നിക്കായാലും നമ്മളെ ആമിലാണ് നമ്മളോട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ സന്നദ്ധ സേവകളുണ്ടല്ലോ, എന്തും ചെയ്യാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, ഇവരൊന്നും വലിയ കഴിവുള്ള കുട്ടികളുമല്ല, എല്ലാവരും അധികം പരിശോധിച്ച് നോക്കിയാൽ ദിവസം ജോലിക്ക് പോണ കുട്ടികളാണ്. എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് പ്രയാസപ്പെട്ട് വരികയാണ്. എന്നിട്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്ന നിലക്കുള്ളതായ ശംസുൽ ഉലമതൻ വരവാണത് എന്ന് ആ പാട്ടിൽ എഴുതിയ വരികൾ എഴുതിയില്ലേ, ആ എഴുതിയ വ്യക്തിക്കൊരു കുതിരപ്പവനുണ്ട്. അതവിടെ നിൽക്കട്ടെ. സയ്യിദുൽ ഉലമയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഈ ശതാബ്ദി സന്ദേശ യാത്ര ഇന്നലെ മംഗലാപുരത്തിന്റെ മണ്ണില് അവസാനിച്ചപ്പോ, അവിടെ കഴിഞ്ഞപ്പോ അതിന് തൊട്ടു മുൻപ് സമസ്ത നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തിയ ചില മുനാഫിക്കുകള് സമസ്തയോട് വന്ന് അഡ്ജസ്റ്റ്മെന്റ് വേണം, ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് സമസ്തയോട് വന്ന് പറഞ്ഞ നാണം കെട്ടവര്, സമസ്ത ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് സമസ്തയോട് വന്ന് ആവശ്യപ്പെട്ട ചില നാണം കെട്ട മുനാഫിക്കുകള്. ആ മുനാഫിക്കുകള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 3.5 ആ സയ്യിദുൽ ഉലമയുടെ ചെറുവിരലിൽ തൂങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന സമസ്തയുടെ മക്കള്, ആ സമസ്തയുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള കള്ള പ്രചരണങ്ങള്, ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് വേണം, ദീനിൽ നീക്കുപോക്ക് വേണമെന്ന് ഈ പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞ കള്ള മുനാഫിക്കുകൾ പടച്ചു വിടുന്ന 3.5 കോടി രൂപയുടെ PR വർക്കല്ല ഇത് മക്കളെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന സന്ദേശയാത്രയും അതിന്റെ സംവിധാനങ്ങളും അതിന്റെ സിസ്റ്റവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു 10 കോടി പറയാമായിരുന്നു. ഇത് സമസ്തയുടെ ഹാദിമീകളായ വിക്കായുടെ അംഗങ്ങള്, ചോരയും നീരും കൊടുത്ത് അങ്ങനെ പ്രവർത്തിച്ച ഒരുപാടധികം ആളുകളുണ്ട്. SKSFന്റെ മീം ടീം. കഴിഞ്ഞ ദിവസം മീമിന്റെ കുറ്റ്യാടിയിൽ നിന്നുള്ള ഒരു ഡോക്ടറുടെ കുറിപ്പ് ഈ സന്ദേശയാത്രയിൽ ഉടനടി ഈ പറയുന്ന കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ തങ്ങളോടൊപ്പം ആ ടീമിനൊപ്പം ആ യാത്രയിൽ പങ്കെടുത്ത ഒരു ഡോക്ടറുടെ കുറിപ്പുണ്ട്. അങ്ങനെ ഒരുപാടധികം ആളുകൾ. ഹാരിസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഹാരിസ് എന്ന് പറഞ്ഞാൽ ഹാരിസ്, ആ പേരിൽ തന്നെയുണ്ട് ഒരു കാവൽക്കാരൻ. ആ കാവൽക്കാരൻ ആ ഹാരിസ് ആയിരുന്നു സയ്യിദുൽ ഉലമയെ കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ തന്റെ എല്ലാ തിരക്കുകളും, ഹാരിസ് എന്ന് കേൾക്കുമ്പോ ഒരു പണിയുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. വലിയ ബിസി മാൻ. എല്ലാം ഒഴിവാക്കി തന്റെ മക്കളെ, തന്റെ ഭാര്യയെ, തന്റെ കുടുംബത്തെ എല്ലാം ദുബൈയിൽ നിർത്തിക്കൊണ്ട് ഈ 10 ദിവസം തങ്ങളോടൊപ്പം തുടരുകയായിരുന്നു ഹാരിസ്. ആ ഹാരിസ് നമുക്ക് പാഠമാണ്. അപ്പോ PR വർക്കുകളാണ് എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടിയാണ് സയ്യിദുൽ ഉലമ മംഗലാപുരത്തിന്റെ മണ്ണിൽ നൽകിയത്. കള്ളങ്ങൾ പടച്ചുവിടുന്നവർക്ക് എത്ര വേണമെങ്കിലും പടച്ചുവിടാം, ആവോളം ഇഷ്ടത്തോളം പടച്ചു വിട്ടുകൊണ്ടേ ഇരുന്നോളൂ. പക്ഷേ ഈ പ്രസ്ഥാനം അത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത അത് ആരിഫീങ്ങളുടേതാണ്. ഇത് മഹാപണ്ഡിതന്മാരുടെ പ്രസ്ഥാനമാണ്. ആ പണ്ഡിതന്മാർക്കൊന്നും ഒരിക്കലും പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ അവർ എടുത്ത നിലപാടുകള് അതൊരിക്കലും എത്രയൊക്കെ കാലം മാറിയാലും, കാലം എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചാലും അത് തിരുത്തേണ്ടതോ മാറ്റി പറയേണ്ടതോ മയപ്പെടുത്തേണ്ടതോ ആയ അവസ്ഥ ഈ പണ്ഡിതന്മാർക്കുണ്ടായിട്ടില്ല. കാരണം പണ്ഡിതന്മാര് പറഞ്ഞതൊക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങള്.
അത് ഇങ്ങനെ എത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഹജ്ജത്തുൽ വിദായിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അന്ന് പൂർത്തീകരിച്ചതാണോ ദീനിനെ? അല്ലാതെ സമസ്ത ഉണ്ടായപ്പോഴല്ല ദീനിനെ പൂർത്തീകരിച്ചത്. ദീനി എന്താണെന്ന് തുടങ്ങി വെച്ചതും ആ ദീൻ എന്താണെന്ന് പറഞ്ഞു തീർത്തതും അതിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയാറില്ലേ, ആ രീതിയിൽ എല്ലാം പറയേണ്ടതൊക്കെ പറഞ്ഞു തീർത്തിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞു അവസാനിപ്പിച്ചത്. സമസ്ത അതിനെ ഏറ്റുപിടിച്ച ആളുകളാ. സമസ്ത ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ അർഹതപ്പെട്ടവരല്ല, അവകാശപ്പെട്ടവരല്ല. ആരൊക്കെ വന്ന് ആവശ്യപ്പെട്ടാലും അഡ്ജസ്റ്റ്മെന്റും നീക്കുപോക്കുകളും ആവശ്യപ്പെട്ടാലും അതിന് സമസ്തയെ കിട്ടില്ലടോ. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടമുണ്ട്. സമസ്ത നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തിയ കൂട്ടം, മാറ്റി വെച്ച കൂട്ടം. ആ കൂട്ടരാണ് ഇപ്പോ 3.5 കോടിയുടെ PR ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ 3.5 കോടി എന്നുള്ളത് ഒന്നും കൂടി കൂട്ടി. ഞങ്ങൾക്കൊരു തലയെടുപ്പ് വേണ്ടേ? ഒരു 10 കോടി എന്നൊക്കെ പറയടോ. 10 കോടിയുടെ PR അങ്ങനെ പറഞ്ഞാല് കുറച്ചും കൂടി ഉഷാറാകും അല്ലേ? പച്ചക്കള്ളമാണെങ്കിലും അത് കേൾക്കാൻ ഒരു രസമുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ, എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ഈ സമസ്ത അത് അജയ്യമാണ്, അത് ഉമ്മത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? നീക്കുപോക്കുകൾ സമസ്തയിലില്ല, ദീനിലില്ല. അതാണ് അതിന്റെ മർമ്മപ്രധാനമായ കാതൽ എന്ന് പറയുന്നത്. അതാണ് ദീനിൽ നീക്കുപോക്കില്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ സമസ്ത എങ്ങനെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നടത്തും? ഒരിക്കലും സാധ്യമല്ലടോ, സാധ്യമല്ല. എത്രയൊക്കെ ആവശ്യപ്പെട്ടാലും അത് സാധ്യമല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതിലൊന്നും സമസ്തക്ക് യാതൊരുവിധ പോറലേൽപ്പിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കാർക്കും അതിലില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ മഹിതമായ പ്രസ്ഥാനത്തെ പോറലേൽപ്പിക്കാൻ ഈ ഉമ്മത്ത് സമ്മതിക്കുകയുമില്ല. ആരൊക്കെ കച്ചകെട്ടി ഇറങ്ങിയാലും, എത്രയൊക്കെ വലിയ ആദർശേരിക്കാരനാണെങ്കിലും ശരി, എത്രയൊക്കെ വലിയ CIC-കാരനാണെങ്കിലും ശരി, ഏതൊക്കെ വലിയ കാപടക്കാരനാണെങ്കിലും ശരി, ഏതൊക്കെ വലിയ മുനാഫിക്കാണെങ്കിലും ശരി, ഈ പ്രസ്ഥാനത്തെ പോറലേൽപ്പിക്കാൻ ഇതിന്റെ മക്കള് സമ്മതിക്കില്ല, ഈ ഉമ്മത്ത് സമ്മതിക്കില്ല. പച്ച നുണകൾ ആർക്കും വേണമെങ്കിലും പടച്ചു വിട്ടോളൂ, ഒരു കുഴപ്പമില്ല. അതിനൊന്നും ഒരു പ്രയാസങ്ങളോ ഒന്നുമില്ല. കാരണം ഈ മഹിതമായ പ്രസ്ഥാനത്തെ ഇന്ന് ചുക്കാൻ പിടിച്ച് ഞങ്ങൾക്ക് മാർഗദീപമായി മുന്നിൽ നടക്കുന്നത് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അതിലും വലിയ ഒരു തൗഫീഖും അതിലും വലിയ ഒരു ഭാഗ്യമൊന്നും ഈ ലോകത്ത് മറ്റൊന്നില്ല എന്നുള്ളത് കൂട്ടര് മനസ്സിലാക്കിയ എന്നുള്ളത്. നമുക്കിതിന് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ആർക്കും മനസ്സിലാക്കാൻ പറയേണ്ടത് പറയും. അത് തങ്ങൾ തന്നെ പറയും. പറയാനുള്ളതിനുള്ള മറുപടിയൊക്കെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള സമസ്തയുടെ മക്കൾ അത് പറയും. അത്രയേ ഉള്ളൂ. അതല്ലാതെ തങ്ങൾ പറയുന്നതിന് മുമ്പ് തങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ പറയും. ഇത് പറയേണ്ട രീതിയിൽ പറയും. ഇനി നിങ്ങളുടെ അതേ ശൈലിയിൽ വേണോ മറുപടിയെങ്കിൽ അതേ രീതിയിലും തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ സയ്യിദുൽ ഉലമ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയല്ല. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞ ആ ലൈനിൽ മാത്രമേ ഞങ്ങൾ നിൽക്കുള്ളൂ. അതുകൊണ്ട് ഈ സമസ്തക്കാരെ ഇങ്ങനെ എന്തെങ്കിലും കാട്ടി പേടിപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെക്ക് നിന്നുള്ള ആളുകളാണെങ്കിലും ശരി, ഇനി മലബാറിലുള്ള ആളുകളാണെങ്കിലും ശരി, തലക്കെട്ട് കെട്ടിയവനാണെങ്കിലും ശരി, തലക്കെട്ട് കെട്ടാത്തവരാണെങ്കിലും ശരി, ആരൊക്കെയാണെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നൊക്കെ സമസ്തയുടെ മക്കളുടെ കയ്യിലുണ്ട്, പോക്കറ്റിലുണ്ട്. ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? ഇനി ഏത് വലിയ കൊടി കൊട്ടിയവരാണെങ്കിലും ശരി, പ്രതിരോധിക്കേണ്ട രീതിയിൽ പ്രതിരോധിക്കും, ഇടപെടേണ്ട രീതിയിൽ ഇടപെടാനും സാധിക്കുമെന്നുള്ള കാര്യം ആരും മറന്നു പോകണ്ട. അപ്പോ അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളിൽ പറയാൻ. അപ്പൊ വലിയ ഒരു വിജയമായി, ആരവമായി, ആവേശമായി സയ്യിദുൽ ഉലമ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മംഗലാപുരത്തിന്റെ മണ്ണിൽ അവസാനിപ്പിച്ചപ്പോ
അത് വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അതിനിടയിൽ ആരോ പറയുന്നത് കേട്ടു, ഇത് ട്രെയിലറാണ്, വരാനിരിക്കുന്നുണ്ട് എന്ന്. അപ്പൊ വരാനിരിക്കുന്നുണ്ട്, കാണേണ്ടവർക്കെല്ലാം ഞങ്ങൾ കാണിക്കും. ലൈവ് ടെലികാസ്റ്റുകൾ നിരന്തരമായിട്ടുണ്ടാകും. എല്ലാം കാണിക്കേണ്ട രീതിയിൽ തന്നെ കാണിക്കും. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരിയിൽ കുണിയയിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് വരിക. ഇനി അവിടെ വന്നിട്ട് നാണം കെടണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സോഷ്യൽ മീഡിയകളിലോ ചാനലുകളിലോ ഒക്കെ ഇരുന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ അതിനുള്ള സജ്ജീകരണവും സമസ്ത ഒരുക്കുന്നതായിരിക്കും. കാര്യങ്ങളെ കുറിച്ച് ആർക്കും ഒരു വേവലാതിയും വേണ്ട. ഇത് സമസ്തയാണ്, അജയ്യമാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങള് പുന്നാര ആറ്റപ്പോ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച ആ ഒരു സംഗമമാണ്. അപ്പോ അതങ്ങനെ അങ്ങട്ട് കലക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വേണ്ട മക്കളെ, വേണ്ട. അത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ കലക്കാൻ ശ്രമിക്കാട്ടോ, ആരും ശ്രമിക്കരുത് എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്ന പണികളൊക്കെ എടുത്തുകൊണ്ടേ ഇരുന്നോളൂ. ഇവിടെ അതിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ചെയ്യാനുള്ള കാര്യം സമസ്ത വളരെ കൃത്യമായി അളന്നു മുറിച്ച്, ദീനാണ്, അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ എവിടെ പറഞ്ഞു നിർത്തിയോ, എവിടെ നിന്ന് തുടങ്ങിയോ, എവിടെ പൂർത്തീകരിച്ചോ, അല്ലയോ അക്മൽതു ലക്കും ദീനുക്കും, അള്ളാഹുവിന്റെ റസൂൽ അവിടെ പൂർത്തീകരിച്ചതാണ്. പിന്നെ അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. മനസ്സിലായില്ലേ? അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ദീനാണ് സമസ്ത പറയുന്നത്, സമസ്ത മാത്രമേ ദീന് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും ഉമ്മത്തിനറിയാം. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും അതൊന്നും ഇവിടെ പരിഗണനയില്ല. അതൊന്നും നമ്മൾ 1, 2, 3, 4 എണ്ണുന്ന കൂട്ടത്തിലല്ല. സമസ്ത നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തിയതാണ്. ആ മാറ്റി വെച്ചത് തന്നെയാണ്. ഇനി അതിൽ അഡ്ജസ്റ്റ്മെന്റുകളില്ല. അപ്പോ അത്രേ ഉള്ളൂ. പി ആർ എന്നോ ഇവന്റ് മാനേജ്മെന്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല. സമസ്ത ചെയ്യേണ്ട കാര്യങ്ങൾ സമസ്ത കൃത്യസമയത്ത് യഥാസമയം അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കും. എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാകും. അതിന് പോന്ന ആളുകള് ഞങ്ങളുടെ കൈകളിലുണ്ട്. അവര് ഭദ്രമായിരിക്കും. ചെയ്യേണ്ടതൊക്കെ വേണ്ട രീതിയിൽ യാതൊരുവിധ കുറവോ ന്യൂനതകളോ ഇല്ലാതെ ചെയ്ത് തീർത്തിരിക്കും. ഇത് സമസ്തയാണ്. ഈ സമസ്തയെ നയിക്കുന്നത് സയ്യിദുൽ ഉലമയാണ്. സയ്യിദുൽ ഉലമയെ തർബിയത്ത് ചെയ്തതും സ്ഫുടം ചെയ്തതും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ ശംസുൽ ഉലമയുടെ ശിഷ്യന് പിഴക്കില്ല, പിഴക്കാൻ ശൈഖുന സമ്മതിക്കില്ല.